ഞാൻ ഈ ടാറ്റയും പറഞ്ഞ് പോണത് കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിച്ചിരുന്ന ഒരു അമ്പലത്തിലേക്കാട്ടോ. എന്നെക്കൊണ്ട് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് ഈ മാപ്പ് നോക്കി സ്ഥലം പറഞ്ഞു കൊടുക്കൽ. അത് ഞാൻ എപ്പോഴും തെറ്റിക്കും. കുറേ വട്ടം വഴിയൊക്കെ തെറ്റിച്ചെങ്കിലും കറക്റ്റായിട്ട് എത്തി. ഈ സ്റ്റെപ്പ് കുറേ ഉണ്ട് കേട്ടോ കയറാനായിട്ട്. എനിക്ക് ആദ്യം വയ്യാണ്ടായി. അത് ഞാൻ അവിടെ ഇരുന്നു. ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഓരോ 13 സ്റ്റെപ്പ് കഴിയുമ്പോൾ അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ സീറ്റൊക്കെ ഉണ്ട്. ഇതാണ് അമ്പലം. ഞങ്ങൾ നേരെ അവിടെ എത്തിയതിന് ശേഷം അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുത് പ്രസാദമൊക്കെ മേടിച്ച് പോന്നു. അത് കഴിഞ്ഞ് നേരെ പോയത് പായസം മേടിക്കാനാണ്. പഴഞ്ഞത്തെ മെയിൻ ഐറ്റം പഞ്ചാമ്പൂർണ്ണം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഊട്ടുപുരയ്ക്ക് വിട്ടു. അവിടെ നല്ല ചോറും സാമ്പാറും കായ്ക്കറിയും അച്ചാറൊക്കെ കൂട്ടി നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്നത് അവിടെ മേലെ നിന്നുള്ള വ്യൂ ആട്ടാ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ എൻ്റെ അനിയൻ പറഞ്ഞത് ആ കാണുന്ന വലിയ ബിൽഡിങ്ങിലാണ് അവൻ വർക്ക് ചെയ്യണേന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കയറാനുള്ള അത്ര കഷ്ടപ്പാടൊന്നും ഇല്ല ഇറങ്ങാനായിട്ട്. വേഗം ഇറങ്ങി എത്തിയായിരുന്നു. ഞാൻ അമ്പലത്തിൻ്റെ പേര് ഇതുവരെ പറഞ്ഞില്ലല്ലോ. കേരളപ്പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അങ്ങനെ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി, നമുക്ക് വഴി കിട്ടും. വീട്ടിലേക്ക് പോണ വഴി പുതുക്കാട് നിന്ന് നല്ലൊരു റെയിൽവേ ബ്ലോക്ക് കിട്ടിയായിരുന്നു. അത്യാവശ്യം നല്ല ലോങ് ആയിട്ട് കുറേ നേരം തോന്നുന്നു ട്രെയിൻ അവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്കത് വെയിറ്റ് ആക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ റൂട്ട് എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.